ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ബ്ലേഡാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് മാസങ്ങളായിട്ട് പറയുന്നുണ്ട് ഈ ബ്ലേഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതെൻ്റെ കൈ കിട്ടിയിട്ടില്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഇത് എനിക്ക് അവൈലബിൾ ആയത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ്, സെറ്റിങ് മുതലായതാണ് ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 2 സ്ട്രോക്ക് ബ്രഷ് കട്ടറിലാണ് പതിവ് പോലെ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് 2 ബ്ലേഡുകളാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഗാർഡും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പാക്കറ്റ് പൊട്ടിച്ച് ബ്ലേഡുകൾ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗാർഡാണ്, നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ വാഷറുകൾ ഇതിൽ നിന്ന് അഴിച്ചെടുക്കുകയാണ്. ഗ്രാസ് ഗാർഡ് അല്ലെങ്കിൽ 3 ഹോൾ കപ്പ് എന്ന് പറയുന്ന ഈ കപ്പ് നമ്മൾ അഴിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഗാർഡാണ് നമ്മൾ അവിടേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്രാസ് ഗാർഡിൽ നിന്ന് അഴിച്ചെടുത്ത അല്ലെങ്കിൽ ബോൾട്ടുകൾ തന്നെയാണ് നമ്മൾ ഈ ഗാർഡ് ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ബോൾട്ടുകൾ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൽ വാഷറുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഇത് മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വാഷർ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാഷറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതുപോലെ വാഷറുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തുക. ഇനി നമ്മൾ ബ്ലേഡ് സെറ്റ് ചെയ്യുകയാണ്. 2 സൈസ് ബ്ലേഡാണ് വന്നിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യുന്നത് 2 ലീഫുള്ള ബ്ലേഡാണ്. ഈ ബ്ലേഡിൻ്റെ പ്രത്യേകത മറ്റേ ബ്ലേഡിനേക്കാളും കുറച്ച് കട്ടിയുണ്ട് ഇതിന്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഉപയോഗിച്ച് ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇത് ടൈറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് ഫുൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രഷ് കട്ടർ തിരിച്ചു വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രഷ് കട്ടർ സ്റ്റാർട്ടായിട്ടുണ്ട്. കറങ്ങുന്നതൊന്ന് ചെക്ക് ചെയ്യുകയാണ്. നമ്മൾ ഇത് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുറ്റത്ത് തന്നെയാണ്. അത്യാവശ്യം തറഞ്ഞു കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാനാണ് മുറ്റത്ത് തന്നെ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രവർത്തനം നിങ്ങൾ കാണുന്നുണ്ട്. മുറ്റമായതുകൊണ്ട് അധികം മണ്ണിളക്കമുള്ള സ്ഥലമല്ല ഇത്. ഈ ബ്ലേഡിൻ്റെ ശരിയായ ഉപയോഗം ഇതല്ല. എന്നാൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഞാനൊരു ടെസ്റ്റ് നടത്തുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ ശരിയായ ഉപയോഗത്തിലേക്ക് പോവുകയാണ്. നേരെ പറമ്പിലേക്ക് പോകുന്നു. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ ബ്ലേഡിൻ്റെ ശരിയായ പ്രവർത്തനം. അതായത് നമ്മുടെ പച്ചക്കറി ആകട്ടെ, അതുപോലെ എന്ത് കൃഷി ആയിക്കോട്ടെ, അതിൻ്റെ ഇടയിലൂടെ കടന്ന് അതിന് കേടുവരുത്താതെ അതിൻ്റെ ചുവട്ടിലെ
കള കളയുക എന്നുള്ളതാണ് ഈ ബ്ലേഡ് കൊണ്ടുള്ള ശരിയായ പ്രവർത്തനം. അതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 ലീഫ് ബ്ലേഡിൻ്റെ ശരിയായ പ്രവർത്തനം ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ 2 ലീഫ് ബ്ലേഡ് മാറ്റി ഇതിലേക്ക് 5 ലീഫുള്ള മറ്റേ ബ്ലേഡ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 5 ലീഫ് ബ്ലേഡ്. ഇതിൻ്റെ പ്രവർത്തനം കൂടെ നമുക്കിന്ന് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ ബ്ലേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കണം. അതിനായിട്ട് ഞാൻ വീണ്ടും പറമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മറ്റ് കൃഷികളൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 ചേന നട്ടിരിക്കുന്നതിൻ്റെ ചുവടാണ് ഞാൻ വൃത്തിയാക്കുന്നത്. അപ്പോൾ ഈ ബ്ലേഡിൻ്റെ പ്രവർത്തനം നിങ്ങൾ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല കാട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ചേന നട്ടതിൻ്റെ ചുവട് വൃത്തിയാക്കിയത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും കറിവേപ്പിൻ്റെ ചുവട് വൃത്തിയാക്കുകയാണ്.
ഈ ബ്ലേഡുകളുടെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുല്ല് വെട്ടുന്നവരോട് ചോദിച്ചാൽ അറിയാം, ഇതൊരു വളരെയധികം നാരുള്ള സൈസ് ഒരു പുല്ലാണ്. അപ്പോൾ ഇത് നമ്മൾ ട്രിമ്മർ ലൈൻ കൊണ്ടൊക്കെ അടിച്ചാലും ചതഞ്ഞിരിക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള പുല്ല് വേരോടെ ഇളകുമോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ വേരോടെ തന്നെ ഇളകി പോകുന്നുണ്ട്. വളരെ പുല്ല് വെട്ടുന്നവർക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു പുൽച്ചെടിയാണിത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, ഈ സൈസ് പുല്ലാണ്, അത് വേരോടെ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 2 ബ്ലേഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സാധാരണ നമ്മൾ പുല്ല് വെട്ടാൻ ഉപയോഗിക്കുന്ന ബ്ലേഡല്ല, അതിൻ്റെ പ്രവർത്തനവുമല്ല ഇതെന്ന് നിങ്ങൾക്ക് ഇത്രയും വർക്ക് ചെയ്ത് കണ്ടതിലൂടെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതിൻ്റെ ഉപയോഗം നമ്മുടെ വിളകൾക്ക് അല്ലെങ്കിൽ പച്ചക്കറി കൃഷി അങ്ങനെയൊക്കെയുള്ള അടുത്തടുത്ത് നടുന്ന കൃഷികളുടെ ഇടയിലൂടെയുള്ള കളകൾ ആ വിളയ്ക്ക് കേടുപറ്റാതെ നമുക്കത് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഗാർഡ് ഒരു കവചമായി നിൽക്കുന്നതിനാൽ നമ്മൾ വളരെ ചേർത്ത് ഗാർഡ് മുട്ടുന്ന ഭാഗം വരെ ഏത് വിളകളെ ചേർത്ത് പിടിച്ചാലും അതിന് അപകടമൊന്നും സംഭവിക്കുകയില്ല. അപ്പോൾ കളകൾ അതുവരെ നീങ്ങിപ്പോവുകയും ചെയ്യും. അത് നിങ്ങൾ വർക്കിംഗ് വീഡിയോയിലൂടെ കണ്ടതാണ്. 2 ബ്ലേഡുകളും ഗാർഡും അടങ്ങുന്ന ഈ സെറ്റിൻ്റെ ഇപ്പോഴത്തെ വില 500 രൂപയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.